ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു കല്യാണത്തിന് പോവാൻ കേട്ടോ. ഇത് ഞങ്ങള് ഞായറാഴ്ച എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇടാൻ അല്പം ലേറ്റായി പോയി. അപ്പൊ എല്ലാരും റെഡിയായി കാറിൽ കയറി. ഞാനും ഹസ്ബൻഡും മോനും മോളും പിന്നെ അനിയത്തിയുടെ കുഞ്ഞും എല്ലാരും ഉണ്ടായിരുന്നു. അനിയനും അനിയന്റെ വൈഫും അനിയന്റെ കുഞ്ഞും മാമിയും മാമനും ഒക്കെ എന്റെ സുന്ദരിക്കുട്ടി ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ, നോക്കി. അപ്പോ ഞങ്ങളിതിപ്പോ ഏകദേശം നെയ്യാറ്റിൻകര എത്താറായി. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു രാവിലെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ അധികം തിരക്കൊന്നും കാണില്ല നിന്നോ. നല്ല തിരക്കായിരുന്നു കേട്ടോ, ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും. ഈ പള്ളി പോകുന്നവരും ഒക്കെ ആയിട്ട് നല്ല റോഡിലാകെ നല്ല തിരക്കായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞൊരു 10-10:30 ഒരു 11 മണിയോടെ തന്നെ ഞങ്ങള് മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ പോയത് തമിഴ്നാട്ടിലായിരുന്നു. ഇത് SK ജെറ്റ്സ് ഓഡിറ്റോറിയം, ചിന്നത്തുറൈ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു പോയിരുന്നത്. പക്ഷെ അടിപൊളി മണ്ഡപം കേട്ടോ. ഈ പള്ളിയുടെ തന്നെയാണ്, ഈ ചർച്ചിന്റെ തന്നെയാണ് ആ ഒരു ഓഡിറ്റോറിയവും. അടിപൊളി ഓഡിറ്റോറിയം, ചർച്ചും കാണാൻ നല്ല സൂപ്പർ ആയിരുന്നു. ഈ ചർച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയായിരുന്നു ആ ഓഡിറ്റോറിയവും. പിന്നെ ഞങ്ങൾ ആ ചർച്ചിന്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും പിള്ളേരുടെ ഒക്കെ എടുത്തിട്ട് പിന്നെ അങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ നാളുകൾക്ക് ശേഷം അവരെ കാണുന്നതുകൊണ്ട് തന്നെ എല്ലാവരോടും സംസാരിച്ച് കുശലമൊക്കെ അന്വേഷിച്ചിട്ട് ഞങ്ങള് ഓഡിറ്റോറിയത്തിനകത്തോട്ട് കയറിപ്പോയി. അപ്പോ ഇങ്ങനെ എല്ലാവരും കയറുന്നുണ്ട്. ഇത് അനിയനും അനിയന്റെ വൈഫുമാണ്. അനിയൻ എന്ന് പറയുമ്പോൾ ഇക്കാടെ അനിയനാണ് കേട്ടോ. ഇത് ഇക്കാടെ അനിയനും വാപ്പയും ഇക്കാടെ ഫാമിലിയിലുള്ള ഒരു കുട്ടിയുടെ കല്യാണത്തിനാണ് ഞങ്ങൾ എല്ലാവരും പോയത്. അപ്പൊ എല്ലാവരും ഓഡിറ്റോറിയത്തില്, ഇതിപ്പോ കൊല്ലത്തുള്ളവരും ട്രിവാൻഡ്രത്തുള്ളതും ഞങ്ങളും ഒക്കെ എല്ലാരും കൂടിയൊക്കെ ഒരുമിച്ച് ഏകദേശം അടുത്തടുത്തായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പോഴും ഓഡിറ്റോറിയത്തിൽ അങ്ങനെ അധികം ആരും ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളായിരുന്നു തോന്നുന്നു ഫസ്റ്റ് അവിടെ ചെന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ അതിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക്. അപ്പൊ ഇതാണ് അകത്ത്. ഇതിനടുത്ത് സ്റ്റെപ്പ് കയറി മുകളിൽ പോകുന്നതാണ് അതിന്റെ ഓഡിറ്റോറിയം. ഇത് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് അതിന്റെ താഴെ. അപ്പൊ ഞങ്ങളിതാ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം. അടിപൊളി ഓഡിറ്റോറിയം കേട്ടോ, ഫുൾ AC ഒക്കെ ആയി അടിപൊളി ഓഡിറ്റോറിയം. പിന്നെ പിള്ളേരൊക്കെ അവിടെ കിടന്നു ഓടി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചു സമയം അവിടെ ഈ തമിഴ് പാട്ടിട്ടപ്പോ പിള്ളേർ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്റെ മക്കള് അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. പിന്നെ എല്ലാരും പിള്ളേർ കളിക്കുന്നത് നോക്കി അങ്ങിരിപ്പുണ്ടായിരുന്നു. എന്തോ അവർക്കറിയാന്നുള്ള സ്റ്റെപ്പൊക്കെ അവരൊക്കെ അങ്ങ് വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോ ഏകദേശം നല്ല ലേറ്റ് ആയിട്ട് ഞങ്ങളൊരു 11 മണിയായി അവിടെ എത്തിയപ്പോഴത്തേക്കും 1 മണിയായപ്പോഴാണ് പയ്യൻ എത്തിയത്. ഞങ്ങൾക്ക് അപ്പോഴത്തേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കഴിക്കാനായിട്ട് പുറത്തിറങ്ങിയപ്പോ ചെക്കൻ വന്നത്. പിന്നെ അതിന്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ മുകളിൽ നിന്ന് തന്നെ വീഡിയോസ് എടുത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ചെക്കൻ്റെ എൻട്രി ആയിരുന്നു. ഇങ്ങനെ ചെക്കൻ കയറി വരുന്നുണ്ട്. ചെക്കൻ കയറി വരുമ്പോൾ താഴെ നിന്ന് തന്നെ മറ്റേ ഇങ്ങനെ ഈ മിനിക്കൊക്കെ പൊട്ടുന്നുണ്ടായിരുന്നു. അതിന് എന്താ പറയുന്നത് എനിക്കറിയില്ല. പിന്നെ മറ്റേ നമ്മുടെ ഈ പൂത്തിരി പോലത്തെ സാധനവും ഒക്കെ ചെക്കൻ കയറി വരുമ്പോൾ ആ ഡോറിന്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ വെച്ച് കത്തിക്കുന്നുണ്ടായിരുന്നു. കണ്ടല്ലോ, ഇതാണ് ആ സംഭവം. പിന്നെ അത് ഞങ്ങൾ കെട്ടൊന്നും കാണാൻ നിന്നില്ല. പിന്നെ ഞങ്ങൾക്ക് വിശപ്പിന്റെ വിളി വന്നത് കൊണ്ട് തന്നെ നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങി ഞങ്ങൾ കഴിക്കാനായിട്ട് ചെന്നിരുന്നായിരുന്നു കേട്ടോ. അടിപൊളി ബിരിയാണി ആയിരുന്നു കഴിക്കാൻ. ചിക്കനും മട്ടനും ദം ബിരിയാണി ആയിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റ് ബിരിയാണി ആയിരുന്നു. എല്ലാരും കഴിക്കാൻ നിരന്നിരിപ്പുണ്ടായിരുന്നു. എപ്പൊ ചോറ് വരും എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഞങ്ങൾ തളർന്നു പോയി. വിശന്ന് തളർന്നു. 1 മണിയോളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ രാവിലെ എല്ലാരും കഴിച്ചവരും ഉണ്ട്, കഴിക്കാതെയൊക്കെ ഇറങ്ങി വന്നവരും ഉണ്ടായിരുന്നു. അപ്പൊ ബിരിയാണി കൊണ്ടിട്ടായിരുന്നു. പപ്പടം, സാലഡും, ചിക്കൻ ഫ്രൈയും, അച്ചാറും, ഐസ്ക്രീമും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ ഈ തമിഴ്നാട്ടില് എനിക്ക് അവിടുത്തെ വെള്ളം എന്തോ ഒരു വല്ലാത്തൊരു ഇതാണ്. നമ്മുടെ ഇവിടുത്തെ വെള്ളവും അവിടുത്തെ വെള്ളത്തിന് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം എനിക്ക് തോന്നുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് കൈയൊക്കെ കഴുകി എന്നിട്ട് ഞങ്ങൾ പിന്നെ പുറത്ത് വരാനായിട്ട് ഇറങ്ങി നിന്നപ്പോൾ ഇത് നമ്മുടെ വിജയ് ഇല്ലേ, തലപതി വിജയുടെ പാർട്ടിക്കാരാണിത്. അവിടെ വിവാഹത്തിന് വന്നതായിരുന്നു ഇവരെല്ലാരും കൂടി. ഞാൻ ആദ്യം വിചാരിച്ച നമ്മുടെ ഇവിടെയൊക്കെ ഇലക്ഷന് വോട്ട് ചോദിക്കാൻ ആൾക്കാർ വരത്തില്ല, അതുപോലെ വന്നതാണെന്ന് വിചാരിച്ചു. പിന്നെ പുള്ളി ഞങ്ങളെ കണ്ട് കൈയൊക്കെ തൊഴുത്
അകത്ത് കയറി. ഇത് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഇത് എന്താ സംഭവം എന്ന് എനിക്ക് ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ അധികം എനിക്ക് തമിഴ് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ എന്നാലും അറിയാന്നുള്ള തമിഴ് വെച്ച് ഞാൻ ഒരാളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളിയാ പറഞ്ഞത് ഇതിപ്പോ തമിഴ് നടൻ വിജയുടെ പാർട്ടിക്കാരാണ് ഇതെല്ലാം. ഇവിടെ വിവാഹത്തിന് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വരും എന്നാണ്, വന്ന് എന്തോ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് അങ്ങ് പോകും എന്നൊക്കെയാണ് പറഞ്ഞത്. കണ്ടോ, നിങ്ങൾ തന്നെ കണ്ടല്ലോ, ഒരുപാട് പേരുണ്ടായിരുന്നു, ഒരുപാട് പേര്. എല്ലാരും നല്ല ഫുൾ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടാണ്, അടിപൊളിയായിട്ടാണ് വൈറ്റ് ഷർട്ടൊക്കെ ഇട്ടാണ്. ചെക്കമ്മത്തെ ഇതാണ് അങ്ങനെ എന്തോ ഒരു പാർട്ടിയാണ്. ഇതാണ് അവർ വന്ന വണ്ടി. നമ്മുടെ അതിനകത്തൊരു കൊടി മടക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ വിജയുടെ ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബീച്ചിലോട്ടാണ്. നല്ല വെയിലായിരുന്നു കേട്ടോ. എന്തായാലും അതിനടുത്തതിന് തൊട്ട് നമ്മുടെ പൂവാറ് ബീച്ചില്ലേ, പൂവാറ് ബീച്ചിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ബീച്ചിലോട്ട് കാല് നനയ്ക്കാനൊന്നും ഇറങ്ങാൻ പറ്റില്ല, കാരണം കയറ് കെട്ടി തിരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല തിരയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുത്തു. അപ്പോ പിന്നെ അവിടെ ഒട്ടകം ഉണ്ടായിരുന്നു കേട്ടോ. ഒട്ടകവും കുതിരയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് രണ്ട് സൈഡിലും, ഒരു സൈഡ് കടലും ഒരു സൈഡ് കായലുമാണ്. അപ്പോൾ കായൽ ബോട്ട് സർവീസ് ഒക്കെ നടത്താം. പിന്നെ എന്തെങ്കിലുമൊക്കെ മറ്റേ എന്തോ ഫംഗ്ഷനൊക്കെ വെച്ച് നമുക്ക് അവിടെ വെച്ചൊക്കെ നടത്താം എന്നുള്ളൊരു സെറ്റപ്പ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കടൽ ഇങ്ങനെ കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റില്ല, ഈ കയറിന് പുറകിലായിട്ടാണ് നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. പക്ഷെ ആദ്യം ഒരു പ്രാവശ്യം എന്തോ നമ്മുടെ അടുത്ത് കടല് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ വന്നില്ല. പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ അത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.